ഹായ് മുത്തുമണികളെ, വിശന്നിട്ട് വയ്യ. അപ്പോൾ റൂമിലാണെങ്കിൽ കുബൂസും വാങ്ങിയില്ല, ഒന്നുമില്ല. അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മുടെ അടുത്ത് ആട്ടപ്പൊടി ഉണ്ട്, മൈദപ്പൊടി, ഗോതമ്പ് പൊടി. അതായത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ നമ്മൾ വാങ്ങി നിറച്ച് വെക്കലാണ്. അപ്പോൾ നമ്മളൊരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. വെള്ളം നമ്മൾ ഇങ്ങനെ വയ്ക്കുക, ബോട്ടിൽ വെള്ളമാണ് ഉപയോഗിക്കല്. അപ്പോൾ അതിങ്ങനെ വയ്ക്കുക. ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ എന്ത് ചെയ്യുക, നമ്മളെ ആവശ്യത്തിനുള്ള മാവ് ഇതിനെടുക്കുക. ഇത് പിന്നെ ഇതാണ് ഗോതമ്പ് പൊടിക്കുക. അത് ഇതിലേക്കാണ് കൊടുക്കുക. നമ്മൾ രണ്ടാളാണ്, 2 ഗ്ലാസ്സും. എന്നിട്ട് എന്തായിട്ട് ഈ വെള്ളം കൊണ്ട് ഒന്നിങ്ങനെ ആട്ടും. അതിനുള്ള നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളത്. അതാ ഇത് ഒരു ചെറിയ പരിപാടി ഉണ്ട്. ഇങ്ങനെ ഇളക്കുക. അപ്പോൾ നമ്മൾ മാവ് റെഡി ആയിട്ടോ. ഇപ്പോൾ നമ്മൾ തീ കത്തിക്കാൻ പോകണം. തീ കത്തിച്ച ഉടനെ നമ്മൾ എന്ത് ചെയ്യും, ചൂടാൻ പോകും. അപ്പോൾ നമ്മൾ തീ കത്തിച്ചാൻ പോവാണ്. മാവ് കലക്കി എല്ലാം റെഡിയായി. തീ കത്തിച്ചു. അടുത്ത് ചട്ടി, ദോശക്കല്ലാണ്. അപ്പോൾ പറഞ്ഞ മാതിരി ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ കറി ഉണ്ടാക്കാം. അപ്പം നമ്മൾ മാവ് റെഡി. ചട്ടി ചൂടായ ഉടനെ നമ്മൾ ഒഴിക്കും. ഇതാ മാവ് ഈ പരുവത്തിൽ വേണേ, മാവ് ഈ പരുവത്തിൽ വേണേ. അപ്പം നമ്മൾ മാവ് ഒഴിക്കുകയാണ്. ഒരു കയ്യിൽ, അയ്യോ ഇതാണ് സാധനം. അങ്ങനെ അത് കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നിങ്ങനെ മൂടി വെക്കുക. അപ്പം മേലൊന്നൊരാവി, താഴ്ന്നൊരാവി. അപ്പം നമ്മളപ്പം റെഡി. അപ്പം ഒന്നിങ്ങനെ മറിച്ചിടുക. അങ്ങനെ നമ്മളപ്പം വെക്കുന്ന മാതിരിയാണ്. എന്തുടനെ നമ്മൾ പ്ലേറ്റിക്ക് മാറ്റും. ഒന്നങ്ങനെ അല്ല, അയ്യോ ഇത്ര എടുക്കണം. അപ്പോൾ സംഭവം അങ്ങനെയാണ് കഥ. അപ്പം നമ്മൾ അടുത്തത് വയ്ക്കാൻ പോണ്. അപ്പോൾ അത് ഒഴിച്ചോടനെ നമ്മളിങ്ങനെ മൂടി വെക്കും. അപ്പോൾ അതിനൊരു കളർ മാറ്റുണ്ടാവും. അപ്പോൾ അതുള്ള പരിപാടി. അങ്ങനെ രണ്ടാമത്തത് ഒന്നിങ്ങനെ മറിച്ചില്ല. അപ്പം മാവ് പോയി, കുറച്ച് മാവ്. അപ്പം രണ്ടാമത്തെ റെഡി. അടുത്തത് മൂന്നാമത്തത്. അങ്ങനെ മൂന്നാമത്തത് ഒന്നിങ്ങനെ മൂടി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നിങ്ങനെ, ഹായ് ഗായ്സ്, നമ്മൾ മാവ് കലക്കുമ്പോൾ ഒരു കോഴിമുട്ട ഇടലുണ്ട്. അത് മറന്നുപോയി. അത് ഇപ്പോഴാണ് ഇടാൻ പോണത്. അപ്പോൾ പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യുക, ആയിക്ക് തട്ടിയിട്ട് ഒന്ന് കലക്കും. അപ്പോൾ കോഴിമുട്ട ഇട്ട് കലക്കിയപ്പോൾ നല്ലൊരു സോഫ്റ്റായി. പെട്ടെന്ന് സോഫ്റ്റായി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം. പാവപ്പെട്ട പ്രവാസികൾ, വളരെ ദുരിതങ്ങൾ ആണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കഴിഞ്ഞു പോകുന്നത്. വളരെ പ്രയാസപ്പെട്ടിട്ടായിട്ട് വന്നതൊക്കെ ഭയങ്കര രസമുള്ള കാര്യം. വന്നു നമ്മളെ കാര്യങ്ങളൊക്കെ ഒരുവിധമായി. ഇപ്പോൾ വെറും രോഗങ്ങൾ മാത്രമേ ഉള്ളൂ. കൊളസ്ട്രോൾ, ഷുഗർ എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രയാസം. അപ്പം എന്നാൽ പറഞ്ഞാൽ നമുക്ക് ഇത് കഴിയും. അങ്ങനെ അടുത്തത് നമ്മൾ ഇടാൻ പോകും. എനിക്ക് തോന്നുന്നത് ഗോതമ്പ് മാറിയാണ്. അപ്പോൾ പറഞ്ഞാൽ
അപ്പോൾ അഞ്ചാമത്തവും റെഡിയായി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു നാസ്തയാണ് ഇത്. അങ്ങനെ ഇതാണ് കുറച്ച് മാവ് 10 ഉറുപ്പിക കൊടുത്താൽ 10 രൂപ. 2 മാസത്തിനുണ്ടാവും 10 കിലോ. അപ്പോൾ ഇതാണ് പരിപാടി. അടുത്ത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സംഭവമാണ്. ഒന്നുമില്ല, പച്ചവെള്ളത്തിൽ കറക്കുക. അല്ല ഞാൻ നോക്കി എത്ര പെട്ടെന്ന് നല്ല സുഖമാണ് ഇറങ്ങാൻ. പല്ലില്ലാത്തവർക്ക് കറി വേണം. പാവപ്പെട്ട പ്രവാസി, പ്രയാസങ്ങളുടെ പ്രവാസി. അപ്പം അറിയാം അത്രയുള്ള പരിപാടി. അതുമായി ഒന്നും കൂടി ചുട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. എത്താ വലിപ്പം അത് കാരണമായി ഒന്നിങ്ങനെ മൂടി വെച്ചാൽ അതിങ്ങനെ മറിച്ചിട്ട. അപ്പോൾ പറഞ്ഞാൽ അരി ഇത് ലാസ്റ്റ് തപ്പാണ്, മറിച്ചിടാൻ പോവാണ്. ആഹാ ലാസ്റ്റ്. അപ്പോൾ ഇതാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പരിപാടി ഇഷ്ടപ്പെട്ടില്ലേ ലൈക്ക് അടിച്ചോളിട്ടു കാണുക, കണ്ട് എൻ്റെ നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അത് കൂടാണല്ല ചപ്പാത്തി ഞാൻ അത് സാമ്പാർ. അപ്പം നമ്മൾ ലാസ്റ്റത്തെ അപ്പം റെഡി. ഒരു പാത്രം ഫുള്ളാണ്. അതേ പെട്ടെന്നാണ് സംഭവം നടന്നത്. അപ്പോൾ അതിലേക്കുള്ള കറി നമ്മൾ ആദ്യം തയ്യാറാക്കിയിട്ട് കല്ലത്തിൽ വെക്കണം. അതിന് നമ്മൾ ആവശ്യമുള്ളത് എടുത്ത് ഇതിലേക്ക് വയ്ക്കും. അതാ പച്ചക്കറിയാണ്, സാമ്പാറെന്ന് പറയും അല്ലേ. ഇതാണ് സാധനം. അങ്ങനെ അടുപ്പിൽ വെക്കാം, ഒന്ന് ചൂടാക്കുക. നല്ല ഓട്ടിക്കണം. ഉച്ചക്കൊക്കെ കഴിഞ്ഞത് അപ്പോൾ ഇങ്ങനെയൊക്കെ. ഇനി ബാക്കിയുള്ള തല്ലാജിയിൽ സൂക്ഷിക്കണം. നമ്മൾ സാമ്പാർ എന്ന് പറഞ്ഞാലേ കേട്ടോ, ഒഴിച്ചാൽ അങ്ങോട്ട് പോകുന്നില്ല, കട്ടിയാണ്. ചൂടായിക്കോട്ടെ, അപ്പോഴാണ് സെറ്റാവുള്ളൂ. നമ്മൾ സംഭവമായിട്ട് പോവുകയാണ്. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ കണക്ക് നമ്മൾ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്കാം. അപ്പോൾ നമ്മളെ ദോശയൊക്കെ റെഡിയായി. സാമ്പാർ, ദോശ, ചട്നി. അയ്യോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അടിപൊളി പരിപാടിയാണ്. ഇത് ചട്നിയാണ്. ഇത് അടിപൊളി.